കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുമ്പോൾ സഫലമാകുന്നത് നിരവധിയായ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. അത്തരമൊരു കാഴ്ചയാണ് ശ്രീകാന്തിൻ്റെയും ലക്ഷ്മിയുടെയും ജീവിതം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ മലമുകൾ സ്വദേശികൾ സംസ്ഥാന സർക്കാർ നൽകിയ ചിറകിലൂടെ സ്വപ്നത്തേരിലേറുകയാണ്. ഇത് ശ്രീകാന്തും ലക്ഷ്മിയും 20 കൊല്ലത്തിനു മുകളിലേറെയായി വാടക വീട്ടിലാണ് ജീവിതം. സ്വന്തമായൊരു മേൽവിലാസം, ചോർന്നൊലിക്കാത്ത കെട്ടുറപ്പുള്ള വീട് ഇരുവരുടെയും സ്വപ്നമായിരുന്നു അത്. ഈ മാസം 19-ന് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ്. ആ സന്തോഷത്തിലാണ് ഈ കുടുംബം. അതിന് വഴിയൊരുക്കിയതാകട്ടെ സംസ്ഥാന സർക്കാരും. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. പുള്ളിക്കാരി വീട്ടു ജോലിയാണ്. നമുക്ക് 2 പെൺപിള്ളേരാണ്. ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അതിനൊരു കൊച്ചുണ്ട്. ഇളയാള് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജില് 3rd year ആയി. മാറി മാറി താമസിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയത് വലിയ ഭാഗ്യമാണത്. അത് ഗവൺമെന്റ് ചെയ്തതിന് ഗവൺമെന്റ് നന്ദിയുണ്ട്. ഒരു 4-5 വാടക വീട് മാറി. ആദ്യം നെടുങ്കാട് താമസിച്ചിരുന്നു, കരമന നെടുങ്കാട് താമസിച്ചിരുന്നു. സന്തോഷമേ ഉള്ളൂ. ആ സന്തോഷം പറയുമ്പോ എന്റെ കണ്ണ് പറയാണ്. അല്ല, ഇത്രയും വർഷം വാടകയ്ക്ക് ഇരുന്നിട്ട് ഇപ്പൊ സ്വന്തം വീട്ടിൽ വന്നെന്ന് പറയുമ്പോ അത് ഒരു സന്തോഷമായോണ്ട് ചില ദിവസം ചിലപ്പോൾ 1500 രൂപയ്ക്ക് ഓടും. അപ്പോഴും ഈ 400-450 എന്തിനാവും എന്നാൽ ഒരു 1000 കയ്യിൽ വരും. അത് എന്തെങ്കിലും ഒരു ദിവസം വരുള്ളൂ. അടുത്ത ദിവസം അതിന്റെ പകുതിയായിരിക്കും. നമ്മളിപ്പോ താമസിക്കുന്ന വീടിന് വന്നിട്ട് 5500 രൂപ വാടക, പിന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് അങ്ങനെ വരും. പിന്നെ മോളുടെ കോളേജ് ഫീസും കാര്യങ്ങളും അങ്ങനെ അതൊരു സൈഡിൽ കൂടെ. പണിയെല്ലാം കംപ്ലീറ്റ് ആയി. പെയിന്റിങ് എല്ലാം കംപ്ലീറ്റ് ആയി. അവിടെ മറ്റേ ടാങ്ക് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നാളെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. ടൈലിന്റെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഫിനിഷിംഗ് വർക്ക് മാത്രം നാളെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പണി പൂർത്തിയായി. അതിലൊന്നും കോർപ്പറേഷനെയോ ഗവൺമെന്റിനെയോ ഒരു കുറ്റവും പറയാനില്ല. എല്ലാം നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തത്. സന്തോഷമേ ഉള്ളൂ. അവർക്കെല്ലാം സന്തോഷമാണ്. സ്വന്തമായിട്ട് വീട് വന്നപ്പം അവർക്കൊരു സന്തോഷമുണ്ട്. ചിലപ്പോഴെങ്കിലും കിട്ടിയല്ലോ. അല്ലെ, നമ്മളെ മനസ്സുകൊണ്ട് പോലും നമ്മൾ വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമെന്ന്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ച കാര്യമൊന്നും അല്ല. എങ്കിലും സർക്കാർ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു തന്നതിൽ ഏറ്റവും വലിയ നന്ദിയുണ്ട്. ലക്ഷ്മിയുടെയും ശ്രീകാന്തിന്റെയും നിറപുഞ്ചിരി ഒരു കുടുംബത്തിൻ്റെത് മാത്രമല്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിരാലംബരായ അനവധി പേരുടേതു കൂടിയാണ്. അതുതന്നെയാണ് ആവേശവും സന്തോഷവും. ക്യാമറാമാൻ ബിച്ചു പൂച്ചലിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.